പത്തനംതിട്ട 14-ാം വാർഡിൽ ചക്കളത്തിപ്പോര്. പത്തനംതിട്ട 14-ാം വാർഡിൽ CPIയും CPMും നേർക്കുനേർ. 14-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി A. ഷഫീന. ആ വാർഡ് ഇത്തവണ CPIക്ക് CPM കൈമാറിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് A. ഷഫീന മത്സരിക്കുന്നത്. പത്തനംതിട്ട 14-ാം വാർഡ് ശ്രദ്ധേയമാകുന്നതും ഷഫീനയുടെ മത്സര സാന്നിധ്യം കൊണ്ടാണ്. ഷഫീന കുലശേഖരപതി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. CPMന്റെ കുലശേഖരപതി ബ്രാഞ്ച് സെക്രട്ടറി. ആ ഷഫീനയ്ക്ക് 14-ാം വാർഡ് മത്സരിക്കാൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റിയും ഉപരിഘടകത്തെ അറിയിച്ചിരുന്നു. എന്നാൽ സീറ്റ് വിഭജനത്തിൽ ആ സീറ്റ് CPIക്ക് കൊടുക്കുകയാണ് ചെയ്തത് LDF. ഇതോടുകൂടി ബ്രാഞ്ചിന്റെ അനുമതിയോടുകൂടി ഷഫീന മത്സര രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഷഫീന മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഷഫീനയുടെ കൂടെ നിൽക്കുകയാണ്. വളരെ കൗതുകകരമായ ഒരു കാഴ്ച. CPM നേരിട്ടൊരു നടപടിയും ഷഫീനയ്ക്കെതിരെ എടുത്തിട്ടില്ല. CPM നടപടി എടുക്കാൻ സാധ്യതയുമില്ല. കാരണം ഒരു ബ്രാഞ്ച് മുഴുവൻ ഷഫീനയ്ക്ക് പിന്നിലാണ്. ഷഫീന പറയുന്നത് താനിപ്പോഴും CPM പ്രവർത്തക ആണെന്നാണ്. താനിപ്പോഴും CPMന്റെ കുലശേഖരപതി ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ്. തന്നോട് പിന്മാറാൻ CPM ആവശ്യപ്പെട്ടിട്ടില്ല. കുടയാണ് ഷഫീനയുടെ ചിഹ്നം. കുട ചിഹ്നവുമായി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ 14-ാം വാർഡിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനൊരുങ്ങിയാണ് ഷഫീന. ഷഫീനയ്ക്ക് പിന്തുണയുമായി CPM പ്രവർത്തകർ കൂടെ നിൽക്കുന്നു. സീറ്റ് വിഭജനത്തിൽ അത് CPIക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ വാർഡ് CPIക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഷഫീന തന്നെ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമായിരുന്നു. അത് ഏകദേശം ഉറപ്പായിരുന്നു. മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഷഫീന. പക്ഷേ അവസാന ഘട്ടത്തിൽ വാർഡ് CPIക്ക് പോയി. ഇതോടുകൂടി ഷഫീന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് ഇറങ്ങി. ഇനി അങ്ങോട്ട് മത്സരത്തിന്റെ ചൂടും ചൂരും അറിയാം. CPIയും CPMും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയൊക്കെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ 14-ാം വാർഡിൽ കാണാനില്ല. CPI സ്ഥാനാർത്ഥി അവിടെ വളരെ ദുർബലയാണ്. സ്വന്തം കക്ഷിക്കെതിരായി തന്നെ നിൽക്കുന്നതിൽ ഷഫീനയ്ക്ക് കുറ്റബോധമില്ല. കാരണം ഷഫീന പറയുന്നത് താൻ സഖാക്കളുടെ CPM സഖാക്കളുടെ പിന്തുണയോടുകൂടിയാണ് നിൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ അവർക്ക് ഏറെയാണ്. ഷഫീന നാട്ടുകാർക്ക് സുപരിചിതയാണ്, നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ്. കുലശേഖരപതി ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ ഷഫീന നടത്തുന്ന പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ അച്ചടക്കത്തിന് താനിപ്പോഴും വിധേയമാണെന്നും പാർട്ടി തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഷഫീന പറയുമ്പോൾ അവിടെ CPI ബന്ധത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടുന്നു. എന്തായാലും CPI സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കാൻ CPMന്റെ ഉപരിഘടകങ്ങൾ തയ്യാറാകും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊരു ഘടനയിൽ നിന്നുകൊണ്ട് CPI സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ ഷഫീന ഇറങ്ങിത്തിരിക്കുമ്പോൾ CPI സ്ഥാനാർത്ഥിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ചുമതല അല്ലെങ്കിൽ കടമ CPMന് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിലൊന്നും ഷഫീന ഭയപ്പെടുന്നില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ 14-ാം വാർഡ് തനിക്ക് സുപരിചിതമായ വാർഡാണ് എന്നാണ് ഷഫീന പറയുന്നത്. അവിടുത്തെ ഓരോ ജനങ്ങളെയും തനിക്ക് നേരിട്ടറിയാം. അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ വികസന പ്രശ്നങ്ങൾ തനിക്ക് അറിയാം. കൃത്യമായി ഷഫീനയുടെ നോട്ടീസിൽ താൻ ജയിച്ചാൽ നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളെ പറ്റി പറയുന്നുണ്ട്. വോട്ടർമാർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എണ്ണി പറയുന്നുണ്ട്. എന്തായാലും ഷഫീന ഇപ്പോൾ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് CPMും CPIയും തമ്മിലുള്ള ബന്ധവിച്ഛേദനത്തിന്റെ പേരിലാണ്.